നീ എന്താ മോനെ ഇങ്ങനെ മാറി നിൽക്കുന്നേ? നിന്നോട് വേഷം മാറി വരാൻ പറഞ്ഞതല്ലേ? നോക്ക് ചന്തു, ഇതുവരെ ഹരീഷേട്ടൻ വന്നിട്ടില്ല. അനുവിനോട് കാര്യം പറഞ്ഞോ? അതൊന്നും നീ അറിയണ്ട മോനെ. നിന്റെ ഭാഗം ക്ലിയർ ആക്കിയാ മതി. എടാ, വേറെ മാർഗമില്ലാത്തത് കൊണ്ടാ. ചന്തു, ഞാനൊരിക്കലും ഇങ്ങനൊരാവശ്യം നിന്നോട് പറയില്ല. ഗുരുദക്ഷിണയായിട്ട് എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിനക്കത് വിഷമമാണെന്ന് എനിക്കറിയാം. പിന്നെ നിന്റെ അമ്മയും ശാരിയും കൂടിയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പത്മാവതിയുടെ മകളുടെ കല്യാണം നടക്കുന്ന സമയത്ത് എൻ്റെ മകളുടെ താലികെട്ട് നടക്കരുതെന്ന് പത്മാവതി ആഗ്രഹിച്ചു കാണും. പുറത്തേക്കിറങ്ങിയ ഹരീഷിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന കാര്യം ഉറപ്പാ. അതുകൊണ്ട് അനുമോളുടെ കല്യാണം നടക്കണം മോനെ. പത്മാവതി മോനും ഒക്കെ പേടിക്കുന്ന നീയുമായിട്ട് തന്നെ നടക്കണം. ഒരു കാരണവശാൽ വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ അവരാരും സന്തോഷിക്കാൻ പാടില്ല. പെട്ടെന്ന് വേഷം മാറി വരാൻ നോക്ക് ചന്തു. ചന്തുവിന്റെ വിഷമം കണ്ടില്ലേ മോളെ? പിന്നെന്തിനാ ചന്തുവിനെ എങ്ങനെ നിർബന്ധിക്കുന്നത്? കല്യാണം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ. ഒരിക്കലും പാടില്ല അച്ഛാ. മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഇങ്ങനൊരു മുഹൂർത്തം ഉണ്ടാവില്ല. നമ്മൾ സ്നേഹിക്കുന്നവർ വേദനിക്കുമ്പോ അതിന് പരിഹാരം കാണാൻ എന്റെ മോൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നിനക്ക് ബാലചന്ദ്രൻ സാറ് ഒരു അധ്യാപകൻ മാത്രമല്ല, ഒരു അച്ഛനെ പോലെയാണ്. അത് നീ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതോ മോനെ? ആ പറഞ്ഞത് സത്യമാണെങ്കിൽ സാറിന് വേണ്ടി ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യണം. അല്ല, അങ്ങനെ നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊക്കെ. അച്ഛൻ ഈ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. ഇത് അനുവിന്റെ ജീവിതമാ. ഇന്ന് അവളുടെ വിവാഹം മുടക്കിയവര് നാളെ ഇത് തന്നെ ചെയ്യും. അങ്ങനെ വന്നാ ഇന്നും ഇതുപോലെ നിരാശ തന്നെ ആയിരിക്കും ബാലൻ. പുറത്താൻ ഞണ്ട് സുധീന്ദ്രനും ആ രമ്യയെ സ്നേഹിക്കുന്ന ഫ്രോഡും ഒക്കെ നിപ്പുണ്ട്. അവന്മാരെ ശരിക്കൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയാൻ കഴിയും. അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തായാലും ശരി, രമ്യയുടെ കല്യാണം നടക്കുമ്പോ തന്നെ അനുവിന്റെ നടക്കണം. നമുക്ക് നോക്കാം. മോനെ, ആ പയ്യനെ നിന്റെ അമ്മയുടെ ആൾക്കാര് തട്ടിക്കൊണ്ടുപോയതാണോ? അനാവശ്യം പറയരുത്. അങ്ങനെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം എനിക്കും അമ്മയ്ക്കും ഇല്ലല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ ആളെയും വെച്ചിട്ടില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് നിന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു എന്റെ മോളുടെ കല്യാണം നടക്കുന്നു, ആ പ്രൊഫസറുടെ മോളുടെ കല്യാണം നടക്കില്ല എന്നും. പ്രൊഫസറോടായി എനിക്കും അമ്മയ്ക്കും ഒക്കെ ശത്രുതയുള്ളത് പ്രൊഫസറുടെ ഭാര്യയോടില്ല. ചിത്രവക്കലിന്റെ മകളാണ് അനു. അതുകൊണ്ട് അവൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാനും എൻ്റെ അമ്മയും ചെയ്യില്ല. അങ്ങനെ നന്ദിയും കടപ്പാടുള്ള ആൾക്കാരാണ് നീയും നിന്റെ അമ്മയെങ്കിൽ എത്ര നന്നായെന്നെ. പിന്നെ നിനക്ക് ചെറിയൊരു ആശ്വാസം കിട്ടാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും കല്യാണ പയ്യൻ വന്നില്ലെങ്കിൽ വേറൊരാൾ ആ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അവളുടെ കല്യാണം നടക്കുവോ? എടാ, അതാരാണെന്ന് നീ ചോദിച്ചില്ലേ? ആരാ? ചന്ദ്രഗിരിയിലെ ഭാരതി ചേച്ചിയുടെ മകൻ ചന്തു. ചന്തു?
അച്ഛൻ വെറുതെ തമാശ പറയരുതേ. എടാ, അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്. ചന്തു അനുവിനെ കെട്ടിയാൽ അതിൽ പരം ഭാഗ്യം ആ കുട്ടിക്ക് കിട്ടാനില്ല. എന്തായാലും ഈ ഹരീഷ് എന്ന് പറയുന്നവനേക്കാൾ യോഗ്യനാ ചന്തു. ഇനി ചന്തു കല്യാണത്തിന് സമ്മതിക്കണം. സമ്മതിക്കുമെന്നറിയില്ല. നോക്കാം. ചന്തു അവളെ കെട്ടുകയാണെങ്കിൽ തൽക്കാലം ഈ താലി അവളുടെ കഴുത്തിൽ അണിയണ്ട. പിന്നെ എനിക്കൊരു എതിരാളി ഇല്ലല്ലോ. bloody fools. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് എന്റെ ഒരു കൂട്ടുകാരനാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഹരീഷ് എവിടെയാ? കല്യാണ പയ്യൻ എവിടെയാണെന്ന് എനിക്കറിയില്ല അണ്ണ. നിനക്കറിയില്ലേ? ഇല്ല അണ്ണ, എനിക്കറിയില്ല. ആ അമ്മേ. ആ ശരി. മര്യാദയ്ക്ക് മുഹൂർത്തത്തിന് മുമ്പ് നീയൊക്കെ കൂടി തട്ടിക്കൊണ്ടുപോയ കല്യാണ പയ്യനെ ഇവിടെ എത്തിച്ചിരിക്കണം. സത്യമായിട്ട് ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. പിന്നെ ആരാടാ തട്ടിക്കൊണ്ടുപോയത്? എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ല എന്ന് പറയണ്ട. നീയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് എനിക്കറിയാം. അണ്ണാ, ആ പത്മാവതി മേഡവും രമാകാന്തനും ഒക്കെ ഞങ്ങളുമായിട്ട് അടുപ്പമുള്ളവരാ. അവര് വിളിച്ചോണ്ടാ ഞങ്ങൾ വന്നേ. അവര് തന്നെയാ നിന്നെയൊക്കെ വിളിപ്പിച്ചിരിക്കുന്നത്, പ്രൊഫസറുടെ മോളുടെ കല്യാണം അലമ്പാക്കാൻ. അങ്ങനെ അലമ്പാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? കാശ് കിട്ടും. നീയൊക്കെ ആവശ്യപ്പെടുന്ന പണം പത്മാവതി നിനക്ക് തന്നു കാണും. അതിനു വേണ്ടിയിട്ട് നീയൊക്കെ ഈ തരംതാണ പണി കാണിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞതങ്ങ് ചെയ്തോ, അല്ലെങ്കിൽ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിന്റെ അടുത്തേക്കൊരു വരവ് വരും. നിന്റെ പ്രാണനും കൊണ്ട് പോകാനുള്ള വരവ്. ഞാൻ തന്നെയാടാ. എന്താ? നീയാണ്? നീ കൊള്ളല്ല. നീ ആള് പുലിയാണല്ലടാ. വെറും പുലിയല്ല, വരയം പുലിയ. അതുകൊണ്ട് ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ആയുസിന്റെ എണ്ണം കൂട്ടിക്കോ. താങ്ക്സ്. ചന്തുവിന് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറി നടക്കുന്നത്. പിന്നെ അവനെ നിർബന്ധിക്കുന്ന എന്തിനാ? അച്ഛനെതിരൊന്നും പറയരുതെന്നല്ലേ പറഞ്ഞ്? ഇന്ന് ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നൊരിക്കലും ആർക്കും ഒരു ബാധ്യത എങ്ങും നിൽക്കില്ല. ഇത്രയും കാലം ആരോരും ഇല്ലാതെ ഞാൻ ജീവിച്ചേ. ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നീ ഇതെവിടെയാ കറങ്ങി നടക്കുന്നേ? ഞാൻ ഞണ്ട് സുധീന്ദ്രനെ പിടിച്ച് കുടയാൻ പോയത്. കുടഞ്ഞിട്ട് അവനെന്തെങ്കിലും പറഞ്ഞോ? അപ്പോഴേക്കും അമ്മേനെ വിളിച്ചില്ലേ? എടാ, മുഹൂർത്തമായി. പെട്ടെന്ന് നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വാ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായിട്ടുണ്ട് ഇതുവരെ. പിന്നെ സാറിനും മക്കൾക്കും വേണ്ടി ഇങ്ങനൊരു വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുക. സാരമില്ല സാറേ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് വിധിയാണെന്നല്ലേ പറയുന്നത്. ഒരു പക്ഷേ അനുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കണമെന്ന് എൻ്റെ ജാതകത്തിൽ കാണുമായിരിക്കും.
പിന്നത് പൊളിച്ചെഴുതാൻ പറ്റില്ലല്ലോ. വേറെ ഒരു മാർഗമില്ലാത്തോണ്ടാ ചന്തു ഞങ്ങളീ പറയുന്ന. മനസ്സിലായി. ശരിയമ്മേ, ഞാൻ മണവാളന്റെ വേഷത്തിലെത്താം. പക്ഷെ അനുവിനോട് ഞാൻ സംസാരിക്കില്ല. അത് നീ നോക്കണ്ട മോനെ. നീ കതിർ മണ്ഡപത്തിലേക്ക് വരുമ്പോ അവിടെ കല്യാണ പെണ്ണായി അനുമോളുണ്ടാവും. നീ ഇങ്ങ് വന്നേ, വാ. ചിത്രയുടെ മോളെയാണ് ഞാൻ എൻ്റെ മോളെന്ന് പറഞ്ഞ് ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്നത്. എന്നാൽ ആ മോളെ കൊണ്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിരിക്കുന്നത് ശാരികയെ വെറുക്കുന്ന എൻ്റെ അനുമോൾക്ക് തന്നെയാണ്. ഇങ്ങനൊരു നിമിഷം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്കറിയാം, ഒരു പെങ്ങളോടുള്ള സ്നേഹമല്ലാതെ അനുവിനെ പറ്റി മറ്റൊരു തരത്തിൽ ഇന്നേ വരെ അവൻ ചിന്തിച്ചിട്ടില്ല. അതിന്റെ മനപ്രയാസം അവനുണ്ട്. എങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ മൗനമായി നിന്നേ പറ്റൂ. എങ്കിലും ആ ഒരു വിഷമം എന്നും ചന്തുവിന്റെ മനസ്സിൽ കിടക്കില്ലേ? കുറച്ചു ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. സാറിനറിയാലോ, അവൻ സ്നേഹിക്കുന്ന അന്യർക്ക് വേണ്ടി പോലും അവൻ അവന്റെ ജീവൻ കളയും. പിന്നെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കോ? അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. അവൻ പറഞ്ഞ പോലെ ഇതാണ് അവന്റെ വിധി. അനുമോള അവന്റെ ഭാര്യയായി വരേണ്ടത്. സാർ ഇനി ഒന്നും ആലോചിക്കണ്ട. ഈ വിവാഹം നടക്കും. ഇന്ന് അനുമോളെ കൊണ്ട് ശാരിമോൾക്ക് ദക്ഷിണ കൊടുപ്പിച്ചില്ലേ? അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ താലി കെട്ടുന്ന സമയത്ത് അനുമോളെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് കഴിയും. സ്വന്തം അമ്മ തന്നെ മോളെ അവിടെ കൊണ്ടിരുത്തും. അതോർത്ത് സാർ വിഷമിക്കണ്ട. അല്ലെങ്കിലും ഇവൾ ഇഷ്ടപ്പെടുന്ന ചന്തുവിനെ ഞാൻ സ്വീകരിക്കാന്ന് പറയുന്നത് ശരിയല്ലല്ലോ അമ്മേ. അതൊന്നും ചേച്ചി നോക്കണ്ട. ശാരി എന്ന് പറയുന്നവള് ചന്തുവേട്ടനെ കല്യാണം കഴിക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചന്തുവേട്ടനോടൊരു പ്രത്യേക സ്നേഹം തോന്നിയെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. മോളെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ചന്തു. അതിനപ്പുറം അവനുമായിട്ട് ഞാൻ ഒരു റിലേഷനും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. എങ്കിലും ഈ പറഞ്ഞ ഹരീഷേട്ടനെക്കാളും നല്ലതല്ലേ ചന്തുവേട്ടനെ ചേച്ചി കല്യാണം കഴിക്കുന്നത്? നിന്റെ മനസ്സറിയാവുന്ന ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എന്നെ കരുതി ചേച്ചി ഇതൊരിക്കലും വേണ്ടാന്ന് വെക്കരുത്. എന്തായി കാര്യങ്ങള്? എന്തെങ്കിലും തീരുമാനിച്ചോ? നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തം മുടങ്ങരുതെന്ന അമ്മ പറയുന്നത്. അതിനുവേണ്ടി ആ പാവം ചന്തുവിനെ ബലിയേടാക്കുവാണല്ലേ? ആരും ആരെയും ബലിയേടാക്കുന്നൊന്നുമില്ല മോളെ. ഞാൻ ചന്തുവിനെ നിർബന്ധിച്ചിട്ടില്ല. ഈ വിവാഹം നടക്കണമെന്ന് തറപ്പിച്ച് പറയുന്നത് ചന്തുവിന്റെ അമ്മ തന്നെയാ. അവരത് പറയും. കാരണം അവരുടെ മകൻ ഒരു ഗുണ്ടയാ. അവനെപ്പോലെ ഒരുത്തന് നല്ലൊരു പെണ്ണ് കിട്ടാൻ പ്രയാസമാ. ഞങ്ങൾ ഒന്നിച്ചു പഠിക്കുന്നവരല്ലേ അച്ഛാ? എല്ലാം എനിക്കറിയാം. അതൊന്നും മോൾ എന്നോട് പറയണ്ട. എല്ലാം ചന്തുവിന്റെ അമ്മയോട് സംസാരിച്ചാൽ മതി. അപ്പോ ഹരീഷ് വരില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചോ? വിളിച്ചിട്ട് എടുക്കുന്നു പോലുമില്ല. അയാളിനി ചന്തുവിനെ സംശയിച്ച് ഇവിടെ വിട്ട് പോയതാണോ എന്നറിയില്ല.
അതുകൊണ്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞത്. ദേ കണ്ടില്ലേ, ഹരീഷ് സംശയിച്ച ചന്തുവിന് തന്നെ മോളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരുന്നത്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മുഹൂർത്തത്തിന്. അതിനു മുമ്പ് വ്യക്തമായിട്ടൊരു തീരുമാനം പറയണം. ഇനിയും മോൾക്ക് സമയമുണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ. വേണ്ട ചേച്ചി, ഒന്നിച്ച് പഠിക്കുന്നവരാണെന്നൊന്നും നോക്കണ്ട. ഹരീഷേട്ടനേക്കാളും ഒരുപാട് നല്ലവനാ ചന്തുവേട്ടൻ. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. കല്യാണം കഴിക്കാൻ വന്ന ആൾ എങ്ങോട്ട് പോയെന്ന് കരുതി ഇന്ന് തന്നെ താലികെട്ട് നടത്തണമെന്ന് എന്താ ഇത്ര നിർബന്ധം? മുഹൂർത്ത സമയത്ത് കല്യാണ ചെക്കനെ കാണാനില്ല. ഇനിയിപ്പോ വിവാഹം നടക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. അതാണ് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അത് അവരൊരുമിച്ച് പഠിക്കുന്നവരാ വക്കീലെ. അതുമല്ല, ചന്തുവിന് 10-22 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പ്രായത്തെക്കാളും പക്വതയുള്ള പയ്യനാ ചന്തു. എന്ന് മാത്രമല്ല, അവനെ പോലൊരു നല്ല പയ്യനെ നിങ്ങളുടെ മോക്കിനി കിട്ടാനും പോകുന്നില്ല. മോൾക്ക് ചന്തു ഒരു ആങ്ങളെ പോലെയാ. അതുകൊണ്ട് അവൾ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. അവിടെയാണ് ഒരു അമ്മയായ നിങ്ങൾ മകളെ പറഞ്ഞ് തിരുത്തേണ്ടത്. അനുമോളെ നിങ്ങൾ കതിർ മണ്ഡപത്തിൽ എത്തിക്കണം. ബാലചന്ദ്രൻ സാറിന്റെ അനന്തരവന്റെ കല്യാണം നടക്കുമ്പോ നിങ്ങളുടെ മകളുടെ കല്യാണവും നടക്കണം. ഹരീഷ് അല്പസ്വല്പം സംശയരോഗമുള്ള കൂട്ടത്തിലാ. അതുകൊണ്ടാണ് അയാൾ ഇവിടുന്ന് മാറിയതെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. എന്നാ അതൊന്നും ആയിരിക്കില്ല സത്യം. പത്മാവതി ആയിരിക്കും ഇതിന്റെ പിന്നിൽ. അവരുടെ മോളുടെ കല്യാണം നടക്കുമ്പോൾ ബാലചന്ദ്രൻ സാറിന്റെ മോളുടെ കല്യാണം നടക്കാൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ ആൾക്കാർ ഹരീഷിനെ തട്ടിക്കൊണ്ടുപോയതോ ആവാം. അനുമോള് അയാളുടെ മാത്രം മകളല്ല, എന്റെ കൂടി മകളാ. പത്മാവതി ഒരിക്കലും എന്നെ ചതിക്കില്ല. ഒന്ന് ചുമ്മാതിരിക്കും വക്കീലേ. അവർക്ക് ചതിക്കാൻ മാത്രമേ അറിയൂ. ഇനിയിപ്പോ അങ്ങനെ അല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. നിശ്ചയിച്ച മുഹൂർത്തം തെറ്റാൻ പാടില്ലെന്നാ ബാലചന്ദ്രൻ സാറിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാരും കൂടി സമ്മർദ്ദം ചെലുത്തി ചന്തുവിനെ കല്യാണ പയ്യനാക്കാൻ നോക്കുന്നത്. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് കല്യാണ പയ്യൻ ഓടിപ്പോയെന്ന് കരുതി അതിനു പകരം മറ്റൊരാളെ കണ്ടെത്തുന്നത് ശരിയാണോ അച്ഛാ? ചന്തു ഞാൻ തമ്മിലുള്ള ബന്ധം അച്ഛൻ അറിയില്ലേ? എല്ലാം എനിക്കറിയാം മോളെ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്റെ നിലപാട് തന്നെയാണെന്ന്. പക്ഷേ ഇവിടെ മുഹൂർത്തം മുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞത് മോളുടെ മുത്തശ്ശിയാ. ഞാനാണ് ഹരീഷിന്റെ ബന്ധം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങുന്നതില് എനിക്ക് വിഷമമുണ്ട് മോളെ. എനിക്കൊരു വിഷമവും ഇല്ല. ചന്തു ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലെന്നും എനിക്കറിയാം. പിന്നെ അവനെ എല്ലാരും കൂടി പ്രഷർ ചെലുത്തി കാണും. ഞാൻ ഒരിക്കലും പ്രഷർ ചെലുത്തിയിട്ടില്ല മോളെ. ചന്തുവിനോട് മുഹൂർത്ത സമയത്ത് വേഷം മാറി വരണമെന്ന് പറഞ്ഞത് ചന്തുവിന്റെ അമ്മ തന്നെയാ. മോളുടെ മുത്തശ്ശി എന്നെ കണ്ടപ്പോ തൊഴുതു പറയുകയായിരുന്നു, എങ്ങനെയെങ്കിലും എന്റെ കൊച്ചുമോളുടെ വിവാഹം നടക്കണമെന്ന്. ഇത് കഴിഞ്ഞ നിന്റെ കല്യാണയോഗം 38ാമത്തെ വയസ്സിലാണെന്ന്. ആ അതെ മോളെ, അമ്മ എന്നോടും പറഞ്ഞു ഈ മുഹൂർത്തം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെയൊന്നും മോളുടെ കല്യാണം നടക്കില്ല എന്ന്. എന്നെ പറഞ്ഞു വിടാൻ അച്ഛൻ ഇത്രയ്ക്ക് ധൃതിയാണോ? എന്റെ മോളെ, എന്റെ നിലപാട് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. മോളുടെ അമ്മ എന്താ പറയുന്നേ? ആദ്യം എതിർത്തിരുന്ന അമ്മയും ഇപ്പൊ ഈ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുക. മോളുടെ കല്യാണ സമയത്ത് കല്യാണ പയ്യനെ കാണാതാവുമ്പോ പെട്ടെന്ന് മറ്റൊരാളെ മോൾക്ക് വേണ്ടി കണ്ടെത്തുന്നത്
മോള് പറയുന്നത് പോലെ തെറ്റ് തന്നെയാ. അതേപ്പറ്റിയൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഒരു കാര്യം സത്യമാണ്, ഹരീഷിനേക്കാളും എന്തുകൊണ്ടും നല്ലവനാണ് ചന്തു. മറ്റാരേക്കാളും നല്ലവനാ. മോളെ, മോളുടെ നന്മ തിരിച്ചറിഞ്ഞ ദൈവങ്ങള് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്ന് കരുതിയാൽ മതി. പിന്നെ ഈ കല്യാണം മുടക്കാനായിട്ട് പത്മാവതി അവരുടെ മോനുമൊക്കെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കരുത്. പത്മാവതിയുടെ മോളുടെ കല്യാണം നടക്കുമ്പോൾ മോളുടെ കല്യാണവും നടക്കണം. ഇനിയിപ്പോ ഒന്നും ആലോചിക്കണ്ട മോളെ. ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് പെട്ടെന്ന് കതിർ മണ്ഡപത്തിലേക്ക് വരാൻ നോക്ക്. ചന്തു എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് അവസാനം തീരുമാനം മാറ്റിയില്ലേ, അതുപോലെ മോളും തീരുമാനം മാറ്റണം. ചില നേരത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. പിന്നെ സാറ് പറഞ്ഞതുപോലെ ചന്ദ്രഗിരിയിലെ പയ്യൻ എന്തുകൊണ്ടും മോൾക്ക് യോജിച്ച പയ്യനാ. മോളുടെയും മോളുടെ കുടുംബത്തിന്റെയും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കൂട്ടത്തിലുമാണ്. അതെ മോളെ. അങ്ങനെ ഒരാളെ കിട്ടുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമെന്ന് ഞാൻ പറയും. ചെല്ലുമോളെ, റെഡി ആയിട്ട് വാ. മോളെ